തെരഞ്ഞെടുപ്പിനിടയിലാണ് സുപ്രധാനമായ ചില ആരോപണങ്ങൾ വരുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷനാണ് പ്രതി. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു പോലീസ്. ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി 15 കോടി രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. ഈ പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എന്താണ് ഇയാളുടെ നീക്കത്തിന് പിന്നിലെന്നതാണ് പോലീസ് സംശയിക്കുന്നത്? പോലീസിന്റെ കണ്ടെത്തലുകൾ എന്താണ്? കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഇത്ര ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചന പോലീസ് സംശയിക്കുന്നുണ്ടോ? സജിത്ത്, 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്നത് ഈ മുഹമ്മദ് റോഷനാണ് ഇതിന്റെ പിന്നിൽ എന്ന് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ജനുവരി അവസാനം മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ, അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ജ്യേഷ്ഠന്റെ മകനാണ് അദ്ദേഹത്തെ പെരിന്തൽമണ്ണയിലെ ഒരു മാളിൽ വെച്ച് ഈ കേസിൽ ഇപ്പോൾ ഈ ആരോപണ വിധേയനായ മുഹമ്മദ് റോഷൻ കാണുകയും സാദിഖ് അലി തങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു അപവാദ പ്രചരണം നടത്തും, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന ഭീഷണിപ്പെടുത്തി 15 കോടി രൂപ ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് ഈ പണം കൊടുക്കാനാകില്ലെന്നും മാത്രമല്ല ഇതിൽ പോലീസ് ഇക്കാരെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം നേതൃത്വം പറയുന്നത്. തുടർന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ മാസം 23-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ ഒരു വ്യാജ അക്കൗണ്ടിൽ ഈ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതേക്കുറിച്ച് അതിനുശേഷം പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2 കേസുകളുണ്ട്. ഒന്ന്, മലപ്പുറം SP-ക്ക് സൈബർ പോലീസിന്റെ അന്വേഷണത്തിലുള്ള മലപ്പുറം SP-ക്ക് നൽകിയ ഒരു കേസ്. 2, ഈ മുഹമ്മദ് റോഷനെതിരെ ഭീഷണിപ്പെടുത്തിയതിനും അതുപോലെ തന്നെ ഈ പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനും ബ്ലാക്ക് മെയിലിങ്ങിനുമുള്ള ഈ കേസ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾ കാപ്പ കേസ് പ്രതി 2021 കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളാണ്. കൊലപാതകം, ബലാത്സംഗം, അതുപോലെ തന്നെ മറ്റ് ക്രിമിനൽ ഗൂഢാലോചനകളൊക്കെ നടത്തിയതിൽ ഒരുപാട് കേസുകളുള്ള ഒരു വ്യക്തിയാണ്. ഒരു സ്ഥിരം ക്രിമിനലാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളിപ്പോൾ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രധാനമായിട്ടും ഉയരുന്ന ഒരു ആരോപണം, മുൻപ് ഈ ജനുവരിയിൽ ഇത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടായിട്ട് എന്തുകൊണ്ട് അന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ല, അന്ന് പ്രോപ്പറായിട്ട് പരാതിപ്പെട്ടിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ നമുക്കറിയാൻ കഴിഞ്ഞത് ലീഗ് നേതൃത്വം വ്യക്തമാക്കിയത് അന്ന് തന്നെ പോലീസിന് ഇക്കാര്യം അറിയിച്ചിരുന്നു. പോലീസ് അന്വേഷിക്കാമെന്ന് പറയുകയും രണ്ടാമത് ഇക്കാര്യം ഇത്തരത്തിൽ ഒരു ഭീഷണി എന്ന തരത്തിൽ, ബ്ലാക്ക് മെയിലിംഗ് എന്ന തരത്തിൽ നടക്കാതെ വന്നപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പരാതിപ്പെടുകയും തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നടന്ന പ്രതിക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഗൂഢാലോചനയല്ല, ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ. അനുമോദ്, ഈ പ്രതിയുടെ ഒരു നീക്കം, കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഇയാൾ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. അതുകൊണ്ടുകൂടി തന്നെ ഇയാളുടെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിന് എന്ന സാധ്യത മുന്നിൽ നിർത്തി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ, ഒരു സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിപ്പോൾ സാധിച്ചെടുക്കാം. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണോ ഇയാളുടെ ഒരു നീക്കം? അതായിരുന്നു പോലീസ് അങ്ങനെയാണോ സംശയിക്കുന്നത്? തീർച്ചയായും ഇത് ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പണം തട്ടിയെടുക്കാൻ ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് പോലീസിൽ ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നത്. കാരണം ഇയാൾ ആദ്യം ഈ ഭീഷണിയുണ്ട്, അതായത് തൻ്റെ കൈവശം ഫോട്ടോകളും ദൃശ്യങ്ങളും ഉണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയാണ്, ഇത് പുറത്തു വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് 15 കോടി രൂപ ആവശ്യപ്പെട്ടത്. പക്ഷേ അത്തരത്തിലൊരു ബ്ലാക്ക് മെയിലിംഗിന് നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് നേതാക്കൾ തീരുമാനിക്കുകയും ഇത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പിന്നീട് കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കണക്കാക്കി തന്നെ ഈ ഫോട്ടോകൾ ഒരു വ്യാജ അക്കൗണ്ടിൽ ഫേസ്ബുക്ക് വഴി പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ചർച്ചയായി തീരുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാകെ ഇത് ഏറ്റെടുക്കുമെന്നും അങ്ങനെ ഇത് തനിക്ക് പണം തരാത്തതിൻ്റെ പ്രതികാരമായിട്ട് താൻ ഇത് കാണിച്ചു, ഇനി കൂടുതൽ തൻ്റെ കൈവശമുള്ള കാര്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ പണം തനിക്ക് വേണമെന്നും അത്തരത്തിലൊരു സന്ദേശം ഒരുപക്ഷെ ഇവർക്ക് നൽകാൻ വേണ്ടിയായിരിക്കാം ഈ തരത്തിലൊരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തന്ത്രം ഇയാൾ പയറ്റിയത്. പക്ഷേ അവിടെ വീണത് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇത് ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ വിശ്വാസ്യതയെ അവരൊക്കെ തന്നെ അംഗീകരിക്കുകയായിരുന്നു. സാദിഖ് അലി തങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കാതെ വന്നതോടെ ഈ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ തന്ത്രം പരാജയപ്പെടുന്നൊരു സാഹചര്യം. അതോടൊപ്പം തന്നെ
ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ടാമതും ഒരു പരാതി പെരിന്തൽമണ്ണ പോലീസിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒരു വശത്ത് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ സൈബർ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ടാമതൊരു പരാതി പെരിന്തൽമണ്ണ പോലീസിൽ മൊയ്ൻ തങ്ങൾ നൽകുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ FIR ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് പരാതികളാണ് ഇതിലുള്ളത്. എന്താണെങ്കിലും രണ്ട് പരാതികളിലും അന്വേഷണത്തിൽ ഉള്ളത് ഇപ്പോൾ ഒളിവിലുള്ള ഈ മുഹമ്മദ് റോഷനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് തികച്ച ഒരു ക്രിമിനൽ ഗൂഢാലോചനയായിട്ട് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പോലീസും കാണുന്നത്. യെസ്, അതാണ് അനുമതി സൂചിപ്പിച്ചതാണ് ഒരു സാഹചര്യം. എന്തായാലും ഒരു മാതൃക നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കാര്യത്തിൽ കാട്ടിയിട്ടുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നാൽ അതുണ്ടാക്കുന്ന നഷ്ടം വലുതാണ്. പക്ഷേ ഇതിൽ രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും സാദിഖലി തങ്ങളെ അനുകൂലിക്കുന്ന നിലപാട്, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന നിലപാടെടുക്കുന്നതോടുകൂടി ഈ ബ്ലാക്ക് മെയിലിംഗ് നീക്കം പൊളിയുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടിയാണ് പോലീസിൻ്റെ തുടർ നീക്കവും ഉണ്ടാകുന്നത്. 15 കോടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റോഷൻ തട്ടിപ്പിന് ശ്രമിച്ചത്. റോഷൻ്റെ ചിത്രമടക്കം ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. ഉടൻ തന്നെ റോഷൻ പിടിയിലാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.